بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അത്തകാസുർ ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അടുത്ത സൂറത്ത് തുടങ്ങുകയാണ്. സൂറത്തു അൽ ഖാരിഅ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. 11 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്തുകളിൽ പൊതുവെയുള്ള വിഷയങ്ങൾ പോലെ തൗഹീദും ആഖിറത്തും ആണ് പൊതുവെ മക്കിയായ വിഷയങ്ങളിലെ മക്കിയായ സൂറത്തുകളുടെ വിഷയം. അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്ന സൂറത്താണ് അൽ ഖാരിഅ. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ ഒരു പേരാണ്. അതിന്റെ വാക്കിൽ അതിന്റെ അർത്ഥം, ലുഗത്തിൽ ഭാഷയിൽ അതിന്റെ അർത്ഥം പേടിപ്പിക്കുന്നത്, ആകെ ഭയപ്പെടുത്തി കളയുന്നത് എന്നാണ് അർത്ഥം. മൽ ഖാരിഅ. അൽ ഖാരിഅ മൽ ഖാരിഅ. ഖാരിഅ എന്താണ്? എന്താണ് അൽ ഖാരിഅ? വമാ അദ്റാക, നിനക്ക് എന്തറിയാം? മൽ ഖാരിഅ, ഖാരിഅ എന്താണെന്ന് നിനക്ക് അറിയാമോ? വമാ അദ്റാക, നിനക്ക് എന്തറിയാം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാമോ, നീ അറിയുമോ? ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ യൗമ, അത് സംഭവിക്കുന്ന ദിവസം. അൽ ഖാരിഅ എന്ന് പറയുന്ന ആ ഒടുക്കം, എല്ലാത്തിന്റെയും അവസാനം, അത് നടക്കുന്ന ദിവസം. യൗമ, ആ ദിവസം. യകൂനു നാസ്, അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ജനങ്ങൾ. യകൂനു നാസ്, മനുഷ്യരായിത്തീരും. കൽ ഫറാശിൽ മബ്സൂസ്. അൽ ഫറാഷ് എന്ന് പറഞ്ഞാൽ ഫറാശത്തുൻ, കേട്ടിട്ടുണ്ടാവും, പറക്കുന്ന പറവകൾ, പ്രാണികൾ, പാറ്റകൾ, അതിനെ ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ് അൽ ഫറാഷ. തായ് ചേർത്ത് പറഞ്ഞാൽ അത് ഒറ്റ ഒന്നാണ്. ഇവിടെ അൽ ഫറാഷ് എന്ന് പറഞ്ഞാൽ അത് വർഗനാമമാണ്. ഏതുപോലെ ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു മരം എന്നാണ്. അഷജർ എന്ന് പറഞ്ഞാൽ അത് വർഗനാമമാണ്. തായ് ചേർക്കാതെ പറഞ്ഞാൽ വർഗനാമം മൊത്തത്തിൽ. അൽ ഫറാഷ് കൽ ഫറാഷിൽ മബ്സൂസ്. ബസ്സ എന്ന് പറഞ്ഞാൽ വിതറുക എന്നാണ്. ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير. ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞതാണ്. ومن آياته, അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് خلق السماوات والأرض, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. وما بث فيهما, അതിൽ അവൻ വിതറിയെന്നതും, അതിൽ അവൻ വിതറിയിട്ടുണ്ട്, വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നതും. വമാ ബസ്സ ഫീഹിമ, അതിൽ രണ്ടിലും, ആകാശത്തിലും ഭൂമിയിലും. മിൻ ദാബ്ബ, ജന്തുക്കളെ, ജീവനുള്ള വസ്തുക്കളെ. വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ ഖദീർ. ഇങ്ങനെ മബ്സൂസാക്കി അല്ലാഹു വിതറിയിട്ടുള്ള ഈ ജന്തുക്കളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടാൻ അവൻ കഴിവുള്ളവൻ തന്നെയാണ്. വമാ ബസ്സ ഫീഹിമ മിൻ ദാബ്ബ വഹുവ അലാ ജംഇഹിം ഇദാ യശാഉ, അവൻ ഉദ്ദേശിച്ചാൽ. ഖദീർ, അവൻ അതിന് കഴിവുള്ളവനാണ്. മബ്സൂസായവയെ ജംഇ ചെയ്യാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ബസ്സ എന്ന് പറഞ്ഞാൽ വിതറുക, വ്യാപിപ്പിക്കുക. മബ്സൂസ് എന്ന് പറഞ്ഞാൽ വിതറപ്പെട്ടത്. കൽ ഫറാശിൽ മബ്സൂസ്, വിതറിയ, പല സ്ഥലത്തായി ചിന്നിച്ചിതറിപ്പോയ
പാറ്റകളെപ്പോലെ പറവകളെപ്പോലെ ജനങ്ങളാകുന്ന നാളാണത്. വതകൂനുൽ ജിബാലു പർവ്വതങ്ങളാകും. ജബൽ എന്നതിന്റെ ബഹുവചനമാണ് അൽ ജിബാൽ. വതകൂനുൽ ജിബാൽ യകൂനു അന്നാസ് എന്നും തകൂനുൽ ജിബാൽ എന്നും പറയാനുള്ള കാരണം നാസ് എന്ന് പറയുന്നത് പൊതുവെ മുദക്കറായിട്ടാണ് പ്രയോഗിക്കാറുള്ളത്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. എന്നാൽ ജിബാൽ എന്നത് ജബൽ എന്ന് പറഞ്ഞാൽ അത് മുദക്കറാണ്. പക്ഷേ ബഹുവചനങ്ങളെ പൊതുവെ അറബിയിൽ പരിഗണിക്കാറുള്ളത് മുഅന്നസായിട്ടാണ്. ബഹുവചനങ്ങളെ പരിഗണിക്കുക സ്ത്രീലിംഗമായിട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. റസൂൽ എന്നതിന്റെ ബഹുവചനമാണ് റുസുൽ. റുസുൽ പെണ്ണുങ്ങൾ ഉണ്ടാവോ? ഇല്ല. പക്ഷെ അള്ളാഹു പറഞ്ഞ എന്താണ്? തിൽക്കർ റുസുലു എന്നാണ്. തിൽക്ക നമുക്കറിയാം മുഅന്നസിനാണ് സാധാരണ പ്രയോഗിക്കുക. മുദക്കറിനെ ഏതാ പ്രയോഗിക്കുക? ദാലിക അല്ലെ? മദ്രസയിൽ പഠിച്ചാണല്ലോ. ദാലിക്കയുടെ മുഅന്നസാണ് തിൽക്ക. പക്ഷെ റുസുലിനെ കുറിച്ച് പറഞ്ഞപ്പോ എങ്ങനെയാണ്? തിൽക്കർ റുസുൽ. അപ്പൊ അങ്ങനെ ഒരുപാട് പദങ്ങൾ കാണാം പരിശുദ്ധ ഖുർആനിൽ. അതുപോലെ ജബലിന്റെ ബഹുവചനമാണ് ജിബാൽ. അതുകൊണ്ടാണ് യകൂനു എന്ന് പറയാതെ സാധാരണ മുഅന്നസിന് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കാറുള്ള തകൂനു ഉപയോഗിച്ചിട്ടുള്ളത്. വതകൂനുൽ ജിബാൽ പർവ്വതങ്ങളായി തീരും. കൽഇഹ്നിൽ മംഫൂഷ്. അൽഇഹ്ൻ എന്ന് പറഞ്ഞാൽ അതിന് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള അർത്ഥം അസൂഫ്. സൂഫ് എന്താണ്? പരുത്തി. പരുത്തി ഉണ്ടല്ലോ, സൂഫ്. പഞ്ഞി, പരുത്തി, പഞ്ഞി. കൽഇഹ്നിൽ മംഫൂഷ്. നഫഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിങ്ങനെ എന്താ ഇതിന് പറയാ, ഒരു മൊത്തത്തിലൊരു കഷ്ണമായിരുന്ന പഞ്ഞിയെ കൈകൊണ്ടിങ്ങനെ പരസ്പരം കീറിപ്പറിച്ച് വേറെ വേറെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് നഫഷ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ് അൽ മംഫൂഷ്. അതങ്ങനെ പിടിച്ചു വലിച്ച് വേറെ വേറെ ആക്കി ചിന്നിച്ചിതറിയതാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതാണ്. അങ്ങനെ ഉള്ള പരുത്തി പോലെ, പഞ്ഞി പോലെ പർവ്വതങ്ങളായി തീരുന്ന നാളാണത്. യൗമ യകൂനു النَّاسُ كَالْفَرَاشِ الْمَبْثُوثِ وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فأما من ആരാണോ, ആരുടേതാണോ. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു അപ്പോൾ, ആ സമയം, എങ്കിൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ള ഒരു പദമാണത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു. ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ ദിവസം ആരുടേതാണോ സഖുലത്. സഖുലത് എന്ന് പറഞ്ഞാൽ ഭാരമേറുക. സഖീൽ എന്ന് പറഞ്ഞാൽ ഭാരമേറിയ വസ്തു. അതിന്റെ വിപരീതമാണ് ഖഫീഫ്, ഭാരം കുറഞ്ഞ വസ്തു. സഖീലും ഖഫീഫും. അതാണ് സഖുലത് ഖഫത്ത്. ഫഅമ്മാ മൻ സഖുലത് ആരുടേതാണോ ഭാരമേറിയത്. മവാസീനുഹു. മവാസീൻ എന്ന് പറഞ്ഞാൽ തുലാസുകൾ, നന്മയുടെ തുലാസുകൾ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ അങ്ങനെയുള്ളവൻ ഫി ഈശത്തിൻ ഒരു ജീവിതത്തിലായിരിക്കും. റാദിയ തൃപ്തിപ്പെട്ട ഒരു ജീവിതത്തിലായിരിക്കും. ഫി ഈശത്തിൻ റാദിയ തൃപ്തിപ്പെട്ട ഒരു ജീവിതത്തിലായിരിക്കും അവൻ ഉണ്ടാവുക, അതായത് സ്വർഗത്തിലായിരിക്കും. വഅമ്മാ മൻ ഖഫത്ത് എന്നാൽ ആരുടേതാണോ ഖഫത്ത് ഭാരം കുറഞ്ഞുപോയത്, നന്മകളുടെ ഭാരം കുറഞ്ഞുപോയത്. ഫഉമ്മുഹു അവന്റെ എന്താണ് ആ എന്ന് പറഞ്ഞാൽ? അതൊക്കെ തഫ്സീറിൽ വരും, ഇപ്പോ മനസ്സിലാക്കുക. സങ്കേതം. ഫഉമ്മുഹു അവന്റെ സങ്കേതം ഹാവിയ എന്നു പേരുള്ള നരകമായിരിക്കും. പരലോകത്തെ തൂക്കം അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് വിശദീകരിച്ച് പറയാം. പരലോകത്ത് എന്തൊക്കെ തൂക്കും, അമലുകളുടെ തൂക്കം, അതുപോലെ ആളെ തൂക്കുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അതിടക്ക് ഓർമ്മ വന്നൊരു കാര്യം പറയാതെ ചിലപ്പോൾ പിന്നെ ഓർമ്മ വരണമെന്നില്ല. സാധാരണ ഒരാളുടെ അമൽ അള്ളാഹു പറഞ്ഞല്ലോ, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്, അള്ളാഹു ഖുർആനിൽ സൂചിപ്പിച്ചതാണ്. ഒരു നന്മ ചെയ്താൽ അള്ളാഹു അത് ഇരട്ടിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. 10 ഇരട്ടിയായി രേഖപ്പെടുത്തും, അതുപോലെ 700 രേഖപ്പെടുത്തും, അതിനു മുകളിൽ
അള്ളാഹു ഉദാഹരണത്തിന് പറഞ്ഞല്ലോ, കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഒരു മണിയെപ്പോലെ, ഒരു ധാന്യത്തെ പോലെയാണ് നല്ല കർമ്മങ്ങളുടെ ഉദാഹരണം. അംബതത് സബഅ സനാബിൽ, ആ ഒരു മണിയിൽ നിന്ന് 7 കതിരുകൾ മുളച്ചു പൊങ്ങി. ഫീ കുല്ലി സുംബുലത്തിൻ, ആ ഓരോ കതിരിലുമുണ്ട് മിഅതു ഹബ്ബ, എത്ര? 100 മണികൾ, 100 ധാന്യങ്ങൾ. അപ്പൊ എത്രയായി? 700ആയി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവൻ അവൻ ഇരട്ടി ഇരട്ടിയാക്കി വീണ്ടും വീണ്ടും കൊടുക്കും, അതിനേക്കാളും അപ്പുറത്ത്. ഇലാ ദഅാഫിൻ കസീറ, ഇലാ 700 ദഅഫിൻ ഇലാ ദഅാഫിൻ കസീറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിലൊതുങ്ങുകയില്ല, അതിനേക്കാളും അപ്പുറം പോകും. അപ്പോൾ ചുരുങ്ങിയത് ഒരാൾക്ക് എത്ര കിട്ടും? 10 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ. പക്ഷേ തിന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുന്നത് എത്രയാണ്? 1 രേഖപ്പെടുത്തുക. ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് മഹത്തായ അഖീദത്തു തഹാവിയ, ഇമാം തഹാവി എഴുതിയ അഖീദക്ക് മഹത്തായ വിശദീകരണം എഴുതിയിട്ടുള്ള അഹ്ലുസുന്നത്തിന്റെ വിശ്വാസ സംഹിതയാണ് ആ കിതാബ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഫവൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാതിഹി, ഫവൈലുൻ ലിമൻ ഗലബത് ആഹാദുഹു അശറാതിഹി. അപ്പോൾ ഒറ്റയായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ 10 രേഖപ്പെടുത്തിയ കാര്യങ്ങളെ അതിജയിച്ചവന് നാശം. നോക്കണം, അള്ളാഹു ഒറ്റയായി രേഖപ്പെടുത്തിയതാണ് തിന്മകൾ. അത് അശറാത്തായി രേഖപ്പെടുത്തിയ നന്മകളെക്കാളും മുന്നിലേക്ക് എത്തിയാൽ അവന്റെ അവസ്ഥ എന്താ? വൈലുൻ, അവന് നാശം എന്ന് അദ്ദേഹം പറഞ്ഞു. وأما من خفت موازينه فأمه هاوية وما أدراك ما هي, അതെന്താണെന്ന് നീ അറിയുമോ? وما أدراك ما هي, وما أدراك നീ അറിയുമോ? ما هي, അതെന്താണ്? ഈ ഹാവിയ എന്താണ്? നാറുൻ ഹാമിയ, നാറുൻ തീയാകുന്നു, അത് ഹാമിയ അതികഠിനമായ ചൂടുള്ള, എല്ലാം കരിച്ചു കളയുന്ന നിലക്ക് ഭൂമിയിലെ തീയിനേക്കാളും ഇരട്ടി ചൂടുള്ള നരകത്തിലെ തീയാണത്. ഈ സൂറത്തുനിന്ന് ഓതും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة. ما القارعة؟ وما أدراك ما القارعة؟ يوم يكون الناس كالفراش المبثوث. يوم يكون الناس كالفراش المبثوث. وتكون الجبال كالعهن المنفوش. وتكون الجبال كالعهن المنفوش. فأما من ثقلت موازينه فهو في عيشة راضية. وأما من خفت موازينه فأمه هاوية. وما أدراك ما هي؟ نار حامية. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽ ഖാരിഅ, അവിടെ ഹായിൽ വേണം അവസാനിക്കാൻ. കൂട്ടി ഓതുമ്പോൾ അൽ ഖാരിഅതു എന്ന് ഓതുക. അവിടെ നിർത്തിക്കുമ്പോ അങ്ങനെയാണ്, അൽ ഖാരിഅ ഹായിൽ അവസാനിക്കണം. മൽ ഖാരിഅ. വമാ അദ്റാക, റാ ശ്രദ്ധിക്കണം, അദ്റാക എന്നാണ്. മൽ ഖാരിഅ. യൗമ യകൂനുന്നാസു, യൗമ യകൂനുന്നാസു, നൂനിന് ശബ്ദം ഉണ്ടാവുമ്പോ ഒന്ന് മണിച്ച് ഓതണം. യൗമ യകൂനുന്നാസു കൽ ഫറാഷ്, റാ ശ്രദ്ധിക്കുക, കൽ ഫറാഷിൽ മബ്സൂസ്, സാ ആണ്, സീനല്ല, സാ ആണ്.
المبثوث وتكون الجبال كالعهن عينان പിന്നെ ها كالعهن كالعهن المنفوش منفوش فأما من ثقلت موازينه فهو في عيشة راضية عيشة أنا عين عيشة لا عين عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية ابن كثير رحمه الله سورة تفسير الفريقان القارعة من أسماء يوم القيامة القارعة എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് കൽഹാഖ വത്താമ്മ വസ്സാഖ വൽഗാശിയ വഗൈരി ദാലിക് ഇതുപോലെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പേരുകളാണ് ആ പേരുകളിൽ ആ നാളിന്റെ വിശേഷണവും അടങ്ങിയിട്ടുണ്ട് പേരെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേരിട്ടതല്ല പിന്നെയോ അതിൽ ആ ഖിയാമത്ത് നാളിന്റെ അതിലെ അവസ്ഥ എങ്ങനെയാണോ അതിലെന്താണ് സംഭവിക്കുക അതിലേക്കൊക്കെയുള്ള സൂചനകൾ ആ പേരിലുണ്ട് ഈ പേര് പോലെ നോക്കിയാൽ ഖാരിഅ ഭയപ്പെടുത്തുന്ന ദിവസം ബാക്കി പേരുകളുടെ അർത്ഥം നോക്കിയാൽ നമുക്ക് അങ്ങനെ മനസ്സിലാവും യൗമു തഗാബുൻ അല്ലാഹു സൂറത്തു തഗാബുനിൽ പറഞ്ഞില്ലേ ദാലിക യൗമു തഗാബുൻ അതാകുന്നു നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുകൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് പേരുകൾ പരിശോധിച്ചാൽ തന്നെ അതിന്റെ കാര്യം മനസ്സിലാവും അങ്ങനെയാണ് നരകത്തെക്കുറിച്ചുള്ള പേരുകൾ നോക്ക് അതും അങ്ങനെ തന്നെയാണ് അതിന്റെ സിഫാത്ത് അതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനോടൊന്നിനോടും സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത അള്ളാഹുവിന്റെ പേരുകൾ നോക്ക് അതും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ അടങ്ങുന്നതാണ് അള്ളാഹുവിന്റെ പേരുകൾ വെറും പേരല്ല അവനുമായി അവന്റെ വിശേഷണങ്ങളുമായി ബന്ധമില്ലാത്ത പേരല്ല മറിച്ച് അവന്റെ മഹത്തായ സിഫാത്തിനെ അറിയിക്കുന്നതാണ് അവന്റെ പേരുകൾ അത് പഠിക്കണം നമ്മൾ ثم قال ഇബ്നു കസീറിന്റെ തഫ്സീറിൽ നിന്ന് ഞാൻ മുഴുവനല്ല വായിക്കുന്നത് ആവശ്യമുള്ളതാണ് വായിക്കുന്നത് ബാക്കി ആവശ്യമില്ലാത്തതെന്നല്ല നമ്മുടെ ക്ലാസ്സിന് യോജിച്ചതായി മനസ്സിലാക്കിയതാണ് ثم قال معظما امرها ومهولا لشأنها അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഖാരിഅ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്തിനാണ് മൽ ഖാരിഅ ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താണ് വമാ അദ്റാക മൽ ഖാരിഅ അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിനക്ക് എന്തറിയാം നീ അറിയുമോ അതിനെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് മുഅ്ളിമൻ അംറഹ വമുഹ്വിലൻ ലിശഅനിഹ അതിന്റെ കാര്യം എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ ചോദിക്കുന്നത് അതെന്താ നീ അറിയോ എന്ന് ചോദിക്കില്ല നമ്മൾ സാധാരണ സംസാരത്തിൽ അതുപോലെ അതിനെക്കുറിച്ചുള്ള ഭയം മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഭയപ്പെടുത്തും ഇബാദിനെ അള്ളാഹു ഭയപ്പെടുത്തും എന്തിനാണ് അവർ നന്നാകാൻ വേണ്ടി ذلك يخوف الله به عباده يا عبادي فاتقون നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണം ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് അത് അള്ളാഹു ഭയപ്പെടുത്തുന്നതാണ് അള്ളാഹുവിന്റെ അടിമകളെ വമനുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ നാം ആയത്തുകൾ അയക്കുന്നില്ല ഭയപ്പെടുത്താൻ വേണ്ടിയല്ലാതെ അതുപോലെ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ അള്ളാഹു അവനെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യാൻ നിങ്ങളോട് ജാഗ്രത കൈക്കൊള്ളാൻ പറയുകയാണ് അള്ളാഹുവിനെ പേടിക്കാൻ അള്ളാഹു നിങ്ങളോട് പറയുകയാണ് അള്ളാഹുവിന്റെ വഈദ് താക്കീതുകൾ ഉണ്ടാകും വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ സൂറത്തു സജദയിൽ അള്ളാഹു പറഞ്ഞില്ലേ വലനുദീഖന്നഹും നാം അവരെ ആസ്വദിപ്പിക്കും അനുഭവിപ്പിക്കും മിനൽ അദാബിൽ അദ്ന ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് ദൂനൽ അദാബിൽ അക്ബർ ഏറ്റവും വലിയ ശിക്ഷകൾക്ക് മുമ്പേ അതിന് താഴെയുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നാം അവരെ അനുഭവിപ്പിക്കും ലഅല്ലഹും യർജിഊൻ എന്തിനു വേണ്ടിയാണ് അവർ മടങ്ങാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്ക് ആ നേപ്പാളിൽ തകർന്നു പോയ അവിടെ ആകെ ആ നാട് തന്നെ അതിന്റെ സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി എന്നാണ് പത്രങ്ങളിൽ വായിക്കാൻ പറ്റിയത് ആ നാട് നിന്നിരുന്ന സ്ഥാനത്ത് നിന്ന് ഭൂകമ്പം കഴിഞ്ഞപ്പോൾ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയി സുബ്ഹാനല്ലാഹ്
ഇത്രയും വലിയ ദുരന്തം. പക്ഷെ അതും ഖിയാമത്ത് നാളിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? വെറും അതിന. ഭൂകമ്പങ്ങളെ കുറിച്ച് വിവരമുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. ഈ ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ കാണുന്ന ആളുകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഖിയാമത്ത് നാളിലെ സൽസല എന്തായിരിക്കും. ദുനിയാവിൽ ഈ അള്ളാഹു ഈ അതിന വളരെ ചെറുതെന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് അള്ളാഹു അത് നീ അറിയുമോ എന്ന് ചോദിക്കുന്നത്. ഫമാ അദ്റാക മൽ ഖാരിയ സുമ്മ ഫസ്സർ, എന്നിട്ട് അള്ളാഹു തന്നെ സുമ്മ ഫസ്സറ ദാലിക ബിഖൗലിഹി, അതെന്താണെന്ന് അള്ളാഹു തന്നെ വിശദീകരിച്ചു. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ് എന്ന് പറഞ്ഞാൽ ഐ ഫീ ഇന്തിശാരിഹിം വതഫറുഖിഹിം വദഹാബിഹിം വമജീഇഹിം മിൻ ഹൈറതിഹിം ബിമാ ഹും ഫീഹി. അവരെ കുറിച്ച്, മനുഷ്യരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നോക്കി. എന്താ പറഞ്ഞത്? ഈ നമ്മൾ മഴക്കാലത്തൊക്കെ ലൈറ്റ് ഇട്ടു വെച്ചാൽ, തീ കത്തിച്ചു വെച്ചാൽ പാറ്റകൾ വരില്ല, ഇങ്ങനെ അതിന്റെ വരവും പോക്കും എങ്ങനെ എന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 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 ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ പേടിച്ചതുപോലെ അന്താളിച്ച് ഹൈറത്ത് എന്ന് പറയുന്നത്, ഹൈറാൻ എന്ന് പറയില്ല, ഹൈറാൻ കാരണം ഒന്നും തിരിയാത്ത പോലുള്ളൊരു അവസ്ഥ എന്നതുപോലെ പല മുൻഗാമികളും അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് ഇരുട്ടത്ത് പോകുന്ന, ഇരുട്ടത്ത് പറക്കുന്ന ചില പക്ഷികളെ പോലെ അല്ലെങ്കിൽ ഇതുപോലുള്ള പാറ്റകളെ പോലെ, അത് കാണാതെ ഒന്നും തിരിയാതെ ഒന്നും മറ്റതിന്റെ മുകളിലൂടെ ചാടിക്കടക്കുന്നത് പോലെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ അവസ്ഥ. ആദ്യം അതായിരിക്കും അവസ്ഥ. അതുകൊണ്ടാണ് ആദ്യം ഫറാഷ്. പിന്നെ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഖമറിൽ എന്താണ്? കഅന്നഹും ജറാദും മുൻതശിർ, അവർ വെട്ടുകിളികളെ പോലെയാണ് പറന്നു നടക്കുന്നത്. കാരണം ആദ്യം ഒന്നും തിരിയാതെ ആകും, പിന്നെ മനസ്സിലാകും ഖിയാമത്ത് നാളിൽ. യൗമ യദ്ഉ ദാഇ ഇലാ ശൈഇൻ നുകുർ. സൂറത്തുൽ ഖമറിൽ തന്നെ അല്ലാഹു പറഞ്ഞു, ഒരു വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും. അതുപോലെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകും. ഒരൊറ്റ ഒരു നാട്ടക്കുറി വെച്ചതുപോലെ അതിലേക്ക് പോകുന്നത് പോലെ എല്ലാവരും അതിലേക്ക് ചെല്ലും. യൗമ യസ്മഊന അസ്സൈഹത ബിൽ ഹഖ് ദാലിക യൗമുൽ ഖുറൂജ്. സൂറത്ത് ഖാഫിൽ അല്ലാഹു പറഞ്ഞു, ആ ശബ്ദം കേൾക്കും. എല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ ലക്ഷ്യം വെച്ച് എല്ലാവരും ചെല്ലും. അപ്പൊ ആദ്യം ഫറാഷിനെ പോലെയാണ്, ഒന്നും മനസ്സിലാവുകയില്ല. പിന്നെ ജറാദിനെ പോലെയാണ്. ജറാദ് പറഞ്ഞ വെട്ടുകിളി എന്നാണ് അതിന്റെ അർത്ഥം. അത് ഈ പാറ്റകളെ പോലെയല്ല അതിന്റെ പറക്കൽ, അതിനൊരു ലക്ഷ്യമുണ്ട്. രണ്ടും അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ ഈ അർത്ഥത്തിലാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞു. നോക്കുക, അവരുടെ ഫിന്തിശാരിഹിം, അവരുടെ ഈ വ്യാപിച്ചുള്ള പോക്ക്, ഛിന്ന ഭിന്നമായിട്ടുള്ള അവരുടെ പോക്ക്, വതഫറുഖിഹിം, ആരും ഒരുമിച്ചല്ല, മറിച്ച് എല്ലാവരും വേറെ വേറെയാണ്. എല്ലാ ബന്ധങ്ങളും അവിടെ തീരും അല്ലേ? സൂറത്ത് അൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. എല്ലാ പിൻപറ്റിയ ആളുകൾ, നേതാക്കന്മാരായിരുന്ന ആളുകൾ അനുയായികളെ വിട്ടുപിരിയുന്ന നാൾ. അതുപോലെ എല്ലാ ബന്ധങ്ങളും കെട്ടുകളും മുറിഞ്ഞു പോകുന്ന ദിവസം. അങ്ങനെ അവരൊക്കെ വേറെ വേറെയായി പോകും. വദഹാബി അങ്ങോട്ട് പോകും, വമജീഇഹിം അവരിങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയുള്ള അവരുടെ അന്താളിച്ച അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. കൽ ഫറാശിൽ മബ്സൂസ് كما قال في الآية الأخرى كأنهم جراد منتشر. സൂറത്തുൽ ഖമറിൽ പറഞ്ഞതുപോലെ വിതറിയ പല സ്ഥലത്തേക്ക് വ്യത്യസ്തരായി പറക്കുന്ന വെട്ടുകിളികളെ പോലെ എന്ന് പറഞ്ഞതുപോലെ. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്, പർവ്വതങ്ങളായി തീരും ഈ പരുത്തി പോലെ, കീറി വേറെ വേറെ ആക്കിയ പരുത്തി പോലെ. قد صارت كأنها الصوف المنفوش الذي قد شرع في الذهاب والتمزق. മസ്സഖറിനെ പറിച്ച് വേറെ വേറെ ആക്കുക, അങ്ങനെ ആയിട്ടുള്ള പഞ്ഞിക്കെട്ടു പോലെ ആവും. എന്താണാവുക? ഭൂമിയിൽ അള്ളാഹു ഭൂമി ഇളകാതിരിക്കാൻ വേണ്ടി നാട്ടിയിട്ടുള്ള പർവ്വതങ്ങളാണ്.
ബലിഷ്ഠമായ പർവ്വതങ്ങളാണ് ആ അവസ്ഥയാവുക. അള്ളാഹു പറഞ്ഞു ഫഅമ്മാമൻ സഖുലത് മവാസീനു, അന്ന് ആരുടെ തുലാസാണോ ഭാരം തൂങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ഹസനാത്ത് ഭാരം തൂങ്ങണം, അതുപോലെ അവന് ഭാരം തൂങ്ങണം, ആളെയും തൂക്കും എന്നാണ്. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, നാം ഖിയാമത്ത് നാളിൽ അവർക്കൊരു തൂക്കവും ഉണ്ടാക്കുകയില്ല. വലിയ വലിപ്പമുള്ള കാഫറിനെ കൊണ്ടുവരും, പക്ഷേ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഒരു തൂക്കം അവന് ആ തുലാസിലുണ്ടാവുകയും, വളരെ മെലിഞ്ഞ ശരീരം ശോഷിച്ച മുഅ്മിനിനെ കൊണ്ടുവരും, പക്ഷെ അവന്റെ തൂക്കം ഉഹദ് മലയേക്കാളും ഉണ്ടാകും ആ തുലാസിൽ. അമലും തൂക്കും, ആളെയും തൂക്കും. അമലുകൾ തൂങ്ങുന്നത് ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. രണ്ട് വാക്കുകൾ, അത് നോക്ക അവിടെ റസൂൽ പ്രയോഗിച്ച വാക്കുകൾ വിപരീത പദങ്ങൾ. ഖഫീഫതാൻ ഭാരം കുറഞ്ഞതാണ്, അലൽ ലിസാൻ നാവിന് അത് ചൊല്ലാൻ ഒരു ഭാരമല്ല, അത് എളുപ്പമാണ്. പക്ഷേ സഖീലതാൻ ഫിൽ മീസാൻ തുലാസിൽ വളരെ തൂക്കമുള്ളതാണ്. ഈ ആയത്തുകൾ പ്രയോഗിച്ച വാക്ക് നോക്ക്. സഖുലത് ഖഫത്ത്, ഖഫീഫതാനി സഖീലതാൻ, ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ് ആ രണ്ട് വാക്കുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈന അസ്സമാഇ വൽ അർദ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തംലഉൽ മീസാൻ, തുലാസ് നിറയെ തൂങ്ങാനുണ്ടാകും അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ആ ഒരു വാക്ക്. സുബ്ഹാനല്ലാഹ് അതിന്റെ കൂടെ കൂടിയാൽ എന്താകും? ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ നിറയാൻ മാത്രം ഉണ്ടാകും. അത് എന്താണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് നഫിയാണ്, വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിലുള്ളത് ഇസ്ബാത്താണ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധൻ. അള്ളാഹിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ മോശം സിഫത്തുകൾ അള്ളാഹുവിന്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അവന് ശരീക്കുണ്ട്, അവന് വലതുണ്ട്, മലക്കുകൾ അവന്റെ പെൺമക്കളാണ്, അവൻ ഭൂമിയിൽ അവതരിക്കുന്നവനാണ്, ബിംബങ്ങളിൽ കുടിയിരിക്കുന്നവനാണ്. എന്തൊക്കെ വൃത്തികെട്ട, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത വാദങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അള്ളാഹുവിന്റെ പേരിൽ ആരൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹു അതിൽ നിന്നൊക്കെ എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനഹു അമ്മാ യഖൂലു ളാലിമൂന ഉലുവൻ കബീറ. ഇവരൊക്കെ പറയുന്ന അള്ളാഹു എത്രയോ ഉന്നതനാണ്. അപ്പോ എല്ലാ മോശം സിഫത്തുകളെയും നിഷേധിക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ, എന്നാൽ ഒരു സിഫത്തും ഇല്ലാത്തവനാണ് അള്ളാഹു? അല്ല, അത് നിഷേധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു ഒരു സിഫത്തും ഇല്ലാതെ ഒരു ശക്തി മാത്രം വിശ്വസിക്കുന്ന ആളുകൾ. അള്ളാഹു അങ്ങനെ ഒരു വെറും ശക്തിയല്ല, അങ്ങനെ പറയാറില്ല. ചില ആളുകളുടെ ദാവത്തിൽ വരെ അങ്ങനെ ഒരു പദം വരാറുണ്ട്, അങ്ങനെ ഒരു ശക്തിയല്ല അള്ളാഹു. ഖുവത്ത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്. അള്ളാഹു ഖുവത്തുള്ളവനാണ്. അങ്ങനെ ഒരുപാട് സിഫത്തുകളുള്ള ദാത്തുള്ള അസ്തിത്വമുള്ളവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അവൻ വെറൊരു ശക്തിയല്ല, മറിച്ച് അള്ളാഹു ഒരുപാട് സിഫത്തുകളുള്ള ജമീലായ, അൽ ഖാദിറായ, റഹ്മാനായ, റഹീമായ, വജുഹുള്ള, ദുൽ ജലാലി വൽ ഇക്റാം, അങ്ങനെ ഒരുപാട് സിഫത്തുകളുള്ളവനാണ് അള്ളാഹു. ജമീലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, കാണാൻ അതീവ ഭംഗിയുള്ള, വജുഹുള്ള, ഖദമുള്ള, യദുള്ള. അള്ളാഹു എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉള്ള റഹ്മാനായ റബ്ബ്, അത് വെറും ശക്തി എന്ന് പറയാൻ പാടില്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള സിഫത്തുകളൊക്കെ അവന് സ്ഥാപിക്കുകയാണ്, അവനുണ്ടെന്ന് സമ്മതിക്കുകയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിലൂടെ. അതോടൊപ്പം അള്ളാഹുവിനുള്ള ശുക്റും അതിൽ വന്നു. ഇത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ളതാണ്. അവന്റെ കിതാബ് അള്ളാഹു തുടങ്ങി തന്നെ നോക്ക്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെയുണ്ട് ഹംദ് അവിടെയുമുണ്ട്. അപ്പൊ ഇങ്ങനെ തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന അമലുകൾ പറഞ്ഞു. സൽ സ്വഭാവം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നതാണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തൂങ്ങുന്ന അങ്ങനെ ഹദീസുകളിലൊന്നും കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന് മാത്രം ഹദീസുകളിൽ നമ്മൾ ദുആന്റെ കിതാബുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. ഫമാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അങ്ങനെയുള്ളവൻ ഈശത്തുർ റാദിയ, തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാഹു വേറെ സ്ഥലത്ത് പറഞ്ഞു ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ആയത്ത് നോക്ക്, അല്ലാഹു പറയുകയാണ് അവർ തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ. ഖുതൂഫുഹാ ദാനിയ, അതിൽ പറിച്ചെടുക്കാനുള്ള പഴങ്ങൾ താഴേക്ക് വരുന്നതാണ്. മുഅ്മിൻ വിചാരിക്കും അവന്റെ അടുത്തേക്ക് വരുന്നതാണ്. കുലൂ വശ്റബൂ, അവരോട് പറയപ്പെടും നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. ഹനീഅൻ, സന്തോഷത്തോടെ. എന്താണ് കാരണം? ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുമ്പേ ചെയ്തു വെച്ചത് കാരണത്താൽ. ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ഖിയാമത്ത് ദുനിയാവിൽ നിങ്ങൾ ചെയ്ത അമലുകൾ കാരണത്താൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോട് പറയും, ദുനിയാവിലെ ഏറ്റവും എല്ലാ സുഖങ്ങളുമുള്ള, ദുനിയാവ് ഒന്നാകെ അടക്കി ഭരിച്ച ഒരു രാജാവിനേക്കാളും അതിനേക്കാളും എത്രയോ ഇരട്ടി സുഖങ്ങൾ അനുഭവിക്കും ആര്? സ്വർഗത്തിൽ അവസാനം കയറിയാൾ. അവസാനം കയറിയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കുന്ന അല്ലെങ്കിൽ ഒരു ചമ്മട്ടി വെക്കുന്ന സ്ഥലം ദുനിയാവിനേക്കാളും അതിലുള്ളത് മുഴുവനേക്കാളും ഖൈറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ സ്ത്രീകളിൽ ഒരുവളുടെ വലനസീഫുഹാ അലാ റഅസിഹാ ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ, അവളുടെ തലയിലിട്ട തട്ടമുണ്ടല്ലോ അതാണ് ദുനിയാവിലും അതിലുള്ളത് മുഴുവനേക്കാളും നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലെ പാനീയത്തിൽ നിന്നൊരു തുള്ളി ദുനിയാവിൽ എവിടെയെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും ഇറ്റിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവൻ അതിന്റെ സുഗന്ധം കൊണ്ട് മൂക്ക് വട്ടം പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ വിശേഷണങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ഫി ഈശത്തിർ റാദിയ, അല്ലാഹു അത് ഒരു വാക്കിൽ ഒതുക്കിയത് നോക്ക്. ഫി ഈശത്തിർ റാദിയ, തൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും. അതൊരിക്കലും പൈസ കൊടുത്താൽ കിട്ടാത്തതാണ് തൃപ്തി എന്ന് പറയുന്നത്, അള്ളാഹു തരേണ്ടതാണ്. റിദാ എന്ന് പറയുന്നു. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. മുത്മഇന്നത്തായ സമാധാനമുള്ള നഫ്സേ, നീ മടങ്ങി വരൂ നിന്റെ റബ്ബിന്റെ അരികിലേക്ക്. റാദിയ, തൃപ്തിപ്പെടുന്നതായിക്കൊണ്ടും, മർദിയ, തൃപ്തി നേടിയതായിക്കൊണ്ടും. വദ്ഖുലി ഫി ഇബാദി, എന്റെ നല്ലവരായ അടിമകളുടെ കൂടെ നീ പ്രവേശിക്കൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കൂ എന്ന് പറയപ്പെടും. ആരുടേതെങ്കിലും തുലാസ് ഭാരം കുറഞ്ഞു പോയാൽ, അള്ളാഹുവിന്റെ ഈ പ്രയോഗം നോക്കിങ്ങൾ, എത്ര ചെറിയ സൂറത്തിൽ എത്ര വലിയ കാര്യങ്ങളാണ് അള്ളാഹു ഉൾക്കൊള്ളിച്ചത് ഖിയാമത്ത് നാളിനെ കുറിച്ച്. അവിടെ ഉള്ള സൽക്കർമ്മങ്ങളുടെ തൂക്കം കൂടുന്ന കാര്യം, അങ്ങനെ കൂടിയാൽ എന്താണ് സംഭവിക്കുക, കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എത്ര വലിയ വിഷയമാണ് അള്ളാഹു ഈ ചെറിയ സൂറത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ബലാഗത്താണത്, അവന്റെ കലാമാണെന്നുള്ള തെളിവാണിതൊക്കെ. ഖഫ്ഫത് മവാസീനു, ആരുടേതാണോ തുലാസ് ഭാരം കുറഞ്ഞു പോയത്, ഫഉമ്മുഹു ഹാവിയ, ഫഉമ്മുഹു, അവന്റെ ഹാവിയയായിരിക്കും. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, ഒന്ന്, ഒരാൾക്കൊരു അയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ദുനിയാവിൽ എല്ലാവരും അവനെ കൈവിട്ടു. എന്നാൽ അപ്പോൾ ദുനിയാവിൽ അവനെ ആശ്രയിച്ച് ചെല്ലാനുള്ളത് ആരുടെ അടുത്തേക്കായിരിക്കും? ഉമ്മാന്റെ അടുത്തേക്കായിരിക്കും. അത് നമുക്കൊക്കെ അറിയുള്ള അനുഭവ യാഥാർത്ഥ്യമാണ്. വലിയ വലിയ കൊടും കുറ്റവാളികൾ വരെ ദുനിയാവിൽ ആർക്കും, മനുഷ്യന്മാർക്ക് ഒരാൾക്കും അവരോട് സ്നേഹമോ അനുകമ്പയോ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരുടെ പെറ്റുമാക്ക് സ്നേഹമായിരിക്കും. എന്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യൂല എന്നായിരിക്കും പറയാ. അങ്ങനെ ഒരു ബന്ധമാണിത്. വേറെ എവിടേക്കും അവന് പോകാനില്ല എന്നതുപോലെ ആയിരിക്കും നരകവാസിക്ക്. അവൻ അവിടെ മാത്രമേ ആശ്രയം ഉണ്ടാവൂ, വേറൊരു ആശ്രയവും അവനുണ്ടാവുകയില്ല. ബിമൻസിലത്തിൽ ഒരു ഉമ്മയുടെ സ്ഥാനത്ത്. മറ്റൊരു വിശദീകരണം അതിന് പറയപ്പെട്ടിട്ടുള്ളത്, മുൻഗാമികൾ തന്നെ അങ്ങനെ പറയാനുള്ള കാരണം, ഫഹുവ സാഖിതുൻ ഹാവിൻ
ബിഉമ്മി റഅസിഹി ഫീ നാരി ജഹന്നം. അവനവന്റെ തല കുത്തിയിട്ടാണ് നരകത്തിലേക്ക് വീഴുന്ന ആളുകൾ എങ്ങനെയാണ് അള്ളാഹു വീഴ്ത്തുക? തല കുത്തിയിട്ടാണ് നരകത്തിലേക്ക് വീഴ്ത്തുക. ഉമ്മു റഅസ്, അവന്റെ തല അത് നരകത്തിൽ കുത്തി വീഴുന്നത് കൊണ്ടാണ് അവന്റെ ആണ് ഹാവിയ എന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്നും ഒരു വിശദീകരണം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. വഅബ്ബറ അൻഹു ബിഉമ്മിഹി യഅനി ദിമാഗഹു. അപ്പൊ ഉമ്മ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ദിമാഗ്, അവന്റെ ദിമാഗ് എന്ന് പറയില്ല, തലച്ചോറ്. അത് ഉമ്മുഹു ഹാവിയ, അത് ഹാവിയയോട് ചേർന്നിരിക്കുന്നു, നരകത്തിൽ കത്തിയമർന്നിരിക്കുന്നു. ഖാല ഇബ്നു ജരീർ, ഇബ്നു ജരീർ തബരി റഹിമഹുല്ലാഹ്, വളരെ മുൻഗാമിയായ മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞു വഇന്നമാ ഖീല അൽ ഹാവിയതു ഉമ്മുഹു ലിഅന്നഹു ലാ മഅ്വാ ലഹു ഗൈറുഹാ. എന്ന വാക്കിനോട് ബന്ധമുള്ള ഒരു വാക്കാണ് മഅ്വാ. കേട്ടിട്ടുണ്ടല്ലോ, ഫബിഅ്സൽ മഅ്വാ, ചേരാനുള്ള സ്ഥലം. ആവാ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആശ്രയം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അയാൾക്ക് ചേരാനുള്ള ആശ്രയമായി, സങ്കേതമായി വേറെ ഒന്നുമില്ല, ഈ ഹാവിയ അല്ലാതെ വേറെ ഒന്നുമില്ല. വമാ അദ്റാക മാഹിയ, അള്ളാഹു ചോദിക്കുകയാണ് വമാ അദ്റാക മാഹിയ, നിനക്കറിയുമോ അതെന്താണെന്ന്? മാഹിയ, അതെന്താണെന്ന് നിനക്കറിയുമോ? എന്നിട്ട് അള്ളാഹു തന്നെ അതിനെ വിശേഷിപ്പിച്ചു. എന്താണ് വിശേഷിപ്പിച്ചത്? നാറുൻ ഹാമിയ, നാറുൻ ചൂടേറിയ തീയാണത്, നാറാണ്. മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചു. ഇമാം ബുഖാരിയുടെ റിവായത്താണ്. അൻ അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ ഈ തീ ഉണ്ടല്ലോ, ദുനിയാവിലെ തീ, നമ്മളൊക്കെ പേടിക്കുന്ന ഒരു സ്ഥലത്ത് വലിയൊരു കുറച്ച് വലിപ്പമുള്ള നിലക്ക് ഒരു തീ കത്തിച്ചാൽ അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. കഴിയോ? ഇല്ല, അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല, അതിലെത്തണമെന്നില്ല. അതല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കത്തിച്ചു കളഞ്ഞ സംഭവത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത് എന്താണ്? ഇബ്രാഹിം നബിയെ ആ തീയിലേക്ക് അവർക്ക് കൊണ്ടുപോയി ഇടുകയല്ല ചെയ്ത്, പിന്നെ ദൂരെന്ന് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഏതോ യന്ത്രത്തിലൊക്കെ ആക്കി ദൂരേക്ക് എറിഞ്ഞു എന്നൊക്കെ, വലിയ തെറ്റാലിയിലാക്കി എറിഞ്ഞു എന്നൊക്കെ തഫ്സീറുകൾ കാണാം. അല്ലാഹു ആലം. അതിന് മുകളിലേക്ക് കൂടെ പോകുന്ന പക്ഷികളൊക്കെ കരിഞ്ഞതിൽ വീഴുമായിരുന്നു എന്നൊക്കെ കാണാം. അത് നമ്മുടെ അനുഭവ യാഥാർത്ഥ്യമാണ്. തീയുടെ അതിന്റെ കാഠിന്യം അത്രയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ ഈ തീ ഉണ്ടല്ലോ, ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തീയുടെ 70 മാത്രമാണ്, അതിന്റെ ചൂടിന്റെ 70 മാത്രമാണ്. ഖീല യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ. സഹാബത്ത് ഇങ്ങനെ ചോദിച്ചു, നബിയെ ഈ തീ തന്നെ മതിയല്ലോ, ഒരാളെ കരിച്ചു കളയാൻ, കത്തിച്ചു കളയാൻ, ദുനിയാവിൽ തീ ധാരാളമാണ്, ഇത്ര ആളുകൾ തീ പിടിച്ച് മരിക്കുന്നുണ്ട്, തീ കത്തി പൊള്ളലേറ്റ് എത്ര ആളുകൾ കിടക്കുന്നുണ്ട്, അതിന്റെ വേദന ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവും. കുറച്ച് എവിടെയെങ്കിലും പൊള്ളിയാൽ നമുക്കറിയാം ഇത്രയാണ് അതിന്റെ വേദന. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിലൊക്കെ ഉപരി നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് തന്നെ ധാരാളമാണല്ലോ. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുദ്ദിലത് അലൈഹിന്ന ബി 99 ജുസ്ആ കുല്ലുഹുന്ന മിസ്ലു ഹർരിഹാ. ഈ തീയുടെ മുകളിൽ 69 ഇരട്ടി വർദ്ധിപ്പിച്ചതാണ് നരകത്തിലെത്തി. മാത്രമല്ല അതിൽ ഓരോന്ന് കൂടുന്നതിന് എന്ത് സംഭവിക്കും? അതിലോരോന്നും കൂടുന്നതിന് അത്ര തന്നെ ചൂടാണ് കൂടുന്നത്. മനസ്സിലായല്ലോ? 69 ഇരട്ടി കൂടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഓരോന്ന് കൂടുമ്പോ ഓരോ ഇരട്ടിയാണ്, അതേ ഇരട്ടിയാണ്. കുല്ലുഹുന്ന മിസ്ലു ഹർരിഹ, ഓരോന്നിനും മറ്റേതിന്റെ അതേ ചൂടാണുള്ളത്. ഇത് തന്നെ മറ്റൊരു റിവായത്തിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദുരിബത് ബിൽ ബഹ്രി മറത്തൈൻ. നമ്മുടെ ഈ തീ എന്ന് പറഞ്ഞാൽ നരകത്തീ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ കടലിൽ മുക്കി എടുത്തിട്ട് തന്നതാണ്. എങ്ങനെയാണ് അള്ളാഹു അത് ചെയ്തത്? വല്ലാഹു ആലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കുക. കടലിൽ അള്ളാഹു നരകത്തീ മുക്കി അതിനെ തണുപ്പിച്ചിട്ട്
ദുനിയാവിലേക്ക് തന്നതാണ് നമ്മുടെ ഈ തീ എന്ന് പറയുന്നത്. നോക്കി, കടൽ വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇതിന്റെ ചൂടിത്രയും. 2 തവണ. വദുരിബത് ഫിൽ ബഹരി മറത്തൈൻ. എന്നിട്ട് റസൂൽ പറയാൻ വലൗലാ ദാലിക് മാ ജഅല അല്ലാഹു ഫീഹാ മൻഫഅതൻ ലിഅഹദിൻ. അല്ലാഹു അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ട് ഒരാൾക്കും ഇവിടെ ഉപകാരം എടുക്കാൻ കഴിയുമായിരുന്നില്ല. തീ കൊണ്ട് എത്ര ഉപകാരങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ഉപകാരങ്ങളുണ്ട് തീ കൊണ്ട്. ഇത്ര സ്വാദുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന എന്തുകൊണ്ടാ? അള്ളാഹു തീ ഉണ്ടല്ലോ, തന്നുകൊണ്ടല്ലോ. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ദരി നാറാ. അള്ളാഹു തീ തന്നത് പ്രത്യേകം പറ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. ഏത് സൂറത്താണ്? സൂറത്തുൽ വാഖിഅ. മഴയെ കുറിച്ച് പറഞ്ഞ അതേ ഭാഗത്ത് അല്ലാഹു പറഞ്ഞു അഫറഅയ്തുമുൽ മാ അല്ലദീ തശറബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നിങ്ങളാണോ അത് മേഘത്തിൽ നിന്ന് താഴെ ഇറക്കിയത്? അതല്ല, നാം ആണോ? നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്തേ നിങ്ങൾ നന്ദി കാണിക്കാത്തത്? ഭൂമിയിൽ വലിയൊരു ശതമാനം ഉപ്പുവെള്ളമാണ്, കുറച്ചു മാത്രമേ കുടിക്കാനുള്ള ശുദ്ധവെള്ളമുള്ളൂ. ആ വെള്ളം തന്ന അള്ളാഹു തന്നെയാണ് തീയും തന്നിട്ടുള്ളത്. രണ്ടും അള്ളാഹു ഒരേ സിയാഖിൽ, ഒരേ സന്ദർഭത്തിൽ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു. നരകത്തിലെ തീ അള്ളാഹു റബ്ബുൽ ആലമീൻ 2 തവണ കടലിൽ മുക്കിയിട്ട് നമുക്ക് തന്നതാണ് ഈ ദുനിയാവിലെ തീ എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു റിവായത്തിലുള്ളത് വലൗല അന്നഹാ ഉത്ഫിഅത് ബിൽ മാഇ മറത്തൈൻ. 2 തവണ അത് തീയിൽ മുക്കിയില്ലായിരുന്നുവെങ്കിൽ, തീ കൊണ്ട് അതിനെ കെടുത്തിയില്ലായിരുന്നു, വെള്ളം കൊണ്ട്, കടൽ കൊണ്ട് അള്ളാഹു അതിനെ കെടുത്തിയില്ലായിരുന്നുവെങ്കിൽ മൻ തഫഅതും ബിഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമായിരുന്നില്ല. ഇങ്ങനെ റിവായത്ത് കാണാം. അപ്പോ നാറുൻ ഹാമിയ എന്നതിന്റെ തഫ്സീർ അതാണ്. ഒരുപാട് ഹദീസുകൾ ഇനിയും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ്സിൽ ഒരു ചുരുക്കം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അള്ളാഹു പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞത് നോക്ക്. സൂറത്തു താഹയിൽ അള്ളാഹു പറഞ്ഞു വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ ഫയദറുഹാ ഖാഅൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ. നബിയെ, ജിബാലിനെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ ഭൂമിയിൽ ബലിഷ്ഠമായി നിലകൊള്ളുന്ന, ഭൂമി ഇളകാതിരിക്കാൻ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള പർവ്വതങ്ങൾ, അതിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, നിന്റെ റബ്ബതിനെ പൊടിച്ചു പാറ്റുന്നതാണ്. അഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫാ, എന്റെ റബ്ബ് അതിനെ പൊടിച്ചു പാറ്റിക്കളയുന്നതാണ്. ഫയദറുഹാ ഖാഅൻ സഫ്സഫാ, ഭൂമിയെ അള്ളാഹു എന്നിട്ടൊരു നിരപ്പാക്കുന്നതാണ്. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, പിന്നെ നിനക്കൊരു വളവോ ഒരു താഴ്ന്ന സ്ഥലമോ ഒന്നും ഭൂമിയിൽ കാണുകയില്ല, എല്ലാം ഒരുപോലെ. അതുള്ളത് കൊണ്ടാണ് നമുക്ക് വഴി തിരിച്ചറിയുന്നത്. ചില സ്ഥലത്ത് വളവും ചില സ്ഥലത്ത് ഉയർച്ചയും താഴ്ചയും അടയാളങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് തലശ്ശേരി എവിടെ കണ്ണൂർ എവിടെ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ മനസ്സിലാവുമോ? ഒരേപോലെ ആണെങ്കിലെല്ലാം സ്ഥലം മനസ്സിലാവില്ല. അടയാളങ്ങൾ, ഒരടയാളങ്ങളും ഇല്ലാത്ത നിലക്ക് ഭൂമി വെളുവെളുത്ത ഒരു ഭൂമിയാക്കി അള്ളാഹു തീർക്കും ഖിയാമത്ത് നാളിൽ. ഒരു വളവോ തിരിവോ താഴ്ചയോ ഒന്നും ഇല്ലാത്തത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു വഹശർനാ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ ബാരിസ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. ആ ദിവസം നാം പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കും. നുസയ്യിറുൽ ജിബാൽ, സാറ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പാറിപ്പോവുക. അങ്ങനെ പർവ്വതങ്ങൾ പാറി നടക്കുന്നത് നിനക്ക് കാണാം. വതറൽ അർദ ബാരിസ, ഭൂമി ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വെളിവായി കാണാം. വഹശർനാഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദാ, അവരിൽ ഒരാളെ പോലും നാം വിട്ടുപോവുകയില്ല. അള്ളാഹു ആരെങ്കിലും വിട്ടുപോകും? എല്ലാരും രണ്ടാമതും ഒരുമിച്ച് കൂട്ടുന്ന ഇടക്ക് അള്ളാഹു ആരെങ്കിലും ഒരാളെ വിട്ടുപോകും? ഇല്ല. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളെ പോലും നാം വിട്ടുപോവുകയില്ല. അതുപോലെ സൂറത്തു തൂറിൽ അള്ളാഹു പറഞ്ഞു യൗമ തമൂറു സ്സമാഉ മൗറാ വതസീറുൽ ജിബാലു സൈറാ. ഭൂമി, ആകാശം ഒരു മൗർ എന്ന് പറഞ്ഞ ഒരു ഗർജനം അതുണ്ടാക്കുന്ന ആ ദിവസം. അതുപോലെ പർവ്വതങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ദിവസം. ഇനി സൂറത്തുൽ വാഖിഅ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിറത്തുർ റാഫിഅ. ബാക്കിയെന്താ? ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ വബുസ്സത്തിൽ ജിബാലു
ബസ്സ ഫകാനത് ഹബാഅം മുംബസ്സ. മലകളുടെ സ്ഥിതിയാണിത്. അള്ളാഹു അതിനെ ധൂളിയാക്കി, പുകയാക്കി, പൊടിയാക്കി പാറ്റിക്കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാണുന്ന ആ ദിവസമാണ്. ഇനി നിങ്ങൾ അങ്ങനെ കാണുന്ന ആ ദിവസമുള്ള മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس سكارى وما هم بسكارى ولكن عذاب الله شديد. يا أيها الناس, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളൂ. ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം, തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ സൽസല എന്ന് പറഞ്ഞാൽ ശൈഉൻ അളീം, അത് ഭയങ്കരമായൊരു സംഗതി തന്നെയാണ്. യൗമ തറൗനഹ, നിങ്ങളത് കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്, ഓരോ മുലയൂട്ടുന്ന സ്ത്രീയും എന്തിനാണോ മുലയൂട്ടുന്നത് അതിനെ മറന്നുപോകും. ചില ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിടെ മുർദിഅത്ത് എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ടെന്നാണ്. വല്ലാഹു ആലം. കാരണം മുർദിഅത്ത് എന്ന് പറയേണ്ടതില്ല, മുർദിഅ എന്ന് പറഞ്ഞാൽ മതി. മുലയൂട്ടുന്ന സ്ത്രീക്ക് ഹാമിൽ എന്നേ പറയാറുള്ളൂ. ഗർഭിണിക്ക് ഹാമിലത്ത് എന്ന് പറയാറുണ്ടോ? ഇല്ല. മുന്നത്തിന്റെ താഴെ പ്രയോഗിക്കാറ്. കാരണം ഹാമിലാകാൻ ആരാണ്? സ്ത്രീകൾ മാത്രമല്ല. അതുപോലെ തന്നെയാണ് അത്ര മുർദിഅത്ത് എന്ന് പറയാതെ മുർദിഅ എന്നാണ് സാധാരണ പക്ഷെ അല്ലാഹു മുർദിഅത്തുൻ എന്ന് തന്നെ പറയാനുള്ള കാരണം ചില ഭാഷയിൽ വിവരമുള്ള ആളുകൾ പറയുന്നത് അല്ലാഹു ആലം, മുർദിഅത്ത് എന്ന് പ്രയോഗിക്കാറുള്ളത് പിന്നെ വാടകക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ കുട്ടികളെ മുലയൂട്ടൂലേ, അവർക്ക് മുർദിഅത്ത് എന്ന് പറയാറില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നവരെ തന്നെയാണ് എന്ത് പറയുക? മുർദിഅത്ത് എന്ന് പറയാം. അപ്പൊ വേറെ ആളുടെ കുട്ടിയല്ല മറന്നു പോകുന്നത്, പിന്നെ ആരെയാണ്? സ്വന്തം കുട്ടിയെ തന്നെ. കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭം ധരിച്ച ആരൊക്കെ ഉണ്ടോ, മൃഗങ്ങളാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരാകട്ടെ, വല്ലാഹു അലം, പ്രസവിച്ചു പോകും. തദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس സുകാറ. ജനങ്ങളെയൊക്കെ ഒരു സക്രത്ത് ബാധിച്ചതുപോലെ, ഒരു മത്ത് ബാധിച്ചതുപോലെ, ലഹരി ബാധിച്ചതുപോലെ നിനക്ക് കാണാം. വമാ ഹും ബിസുകാറ, ലഹരി ബാധിച്ച് ആടുന്നതല്ല അവര്, അന്താളിക്കുന്നതല്ല. പിന്നെന്താണ്? വലാകിൻ അദാബുല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് ശദീദാണ്, കഠിനമാനതാണ്. ഈ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇതിന്റെ തഫ്സീർ അടുത്ത ക്ലാസ്സിൽ പറയാം. اللهم أجرنا من النار. اللهم إنا نسألك جناتك الفردوس. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا زدنا علما نافعا وعملا متقبلا. وصلى الله وسلم وبارك على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.